Meet the editors. പോരാട്ടം കടുക്കുമോ എന്നാണ് ചോദ്യം. ഞാൻ ജിബിയിൽ നിന്ന് തുടങ്ങാം. കാര്യം സ്മൃതി ചർച്ച കഴിഞ്ഞു വന്നതല്ലേ. പോരാട്ടം കടുക്കുമോ എന്നുള്ള ചോദ്യം ഇനി 100 ദിവസത്തിൽ താഴെ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. എണ്ണിക്കുട്ടി പെറുക്കിയെടുത്താൽ UDF സർവ്വസജ്ജമാണ്. ലക്ഷ്യം കഴിഞ്ഞിരിക്കുന്നു. യാത്രകൾ തുടങ്ങാൻ പോകുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിൽ 70 സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കും. LDFും തൊട്ടു പിന്നാലെ ജാഥയുമായിട്ടുണ്ട്. BJPയും 34 A ക്ലാസ് മണ്ഡലങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തിരിക്കുന്നു. പതിവിന് വിരുദ്ധമായി ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം തെളിയാൻ പോവുകയാണ്. പോരാട്ടം കടുക്കുമോ? എന്താ സംശയം? പോരാട്ടം കടുക്കണമല്ലോ. കാരണം 2 തവണ അധികാരത്തിലെത്തിയ LDF, വളരെ ശക്തമായ മുന്നണി സംവിധാനം, വളരെ ശക്തമായ പാർട്ടി സംവിധാനം, അതൊക്കെ ഉള്ളപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു സന്നാഹമുള്ള പാർട്ടിയാണ്. ഇപ്പുറത്തെ UDF ആണെങ്കിലോ, UDFിന് 2 തവണ ഇതുപോലെ തോറ്റതിന് ശേഷം ഇത് അവരുടെ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന മട്ടിലുള്ള പോരാട്ടമാണ്. BJPക്ക് അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പും ജയിച്ചു നിൽക്കുന്ന UDFിന് തന്നെയാണ് തൽക്കാലം നമ്മൾ ഈ 100 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ ഒരു മേൽക്കൈ ഉള്ളത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥിതി വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ തദ്ദേശം ആര് ജയിക്കുന്നോ ആ മുന്നണിയായിരിക്കും അടുത്ത തവണ കേരളം ഭരിക്കുക. അതാണ് രീതി. ഒരു തവണ കഷ്ടിച്ച് 1 സീറ്റ് ഒരു നിസ്സാര വോട്ടിനാണ് ജയിച്ചു പോയതെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു രീതി അതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്ക് നിമിത്തങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തദ്ദേശം ആര് ജയിക്കുന്നോ അവർ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് UDFിന് അനുകൂലമായി പോകാൻ പോവുകയാണ്. UDF ആണ് ജയിക്കുക. കഴിഞ്ഞ തദ്ദേശത്തിലെ കണക്ക് വെച്ച് നിങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളെ എടുത്ത് വെച്ച് നോക്കിയാൽ 82 സീറ്റുകൾ 85 സീറ്റ് വരെ എന്നൊക്കെ പറയുന്നു. അത്രയും സീറ്റുകൾ ഇപ്പോൾ തന്നെ UDFിന് മേൽക്കൈ ഉണ്ട് താനും. അതത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനൊരു നമ്മുടെ ഒരു ഊഹ കണക്കാണ്. പക്ഷേ ഇതുവരെയുള്ള കണക്കുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചില പഴയ കണക്കുകൾ നോക്കാം. 2016 മുതൽ 2021 വരെയുള്ള ഒന്നാം പിണറായി സർക്കാർ LDF സർക്കാരിൻ്റെ കാലത്ത് 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 UDFിൻ്റെ കയ്യിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുത്തു LDF എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ട സീറ്റ് പാലാ സീറ്റാണ്. പാലാ സീറ്റിൽ ആരും പ്രതീക്ഷിച്ചില്ല. KM മാണി മരിച്ച ശേഷമുള്ള സഹതാപ തരംഗം. KM മാണി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന സീറ്റാണ്. അവിടെ അദ്ദേഹം മരിച്ച ശേഷം നടന്ന സഹതാപ തരംഗത്തിൻ്റെ പോലും ഗുണം കിട്ടാതെ ആ സീറ്റ് LDF പിടിച്ചെടുക്കുന്ന വളരെ വലിയ കാഴ്ച. ഞാൻ പറഞ്ഞു വന്നത് 2016-21 കാലഘട്ടത്തിൽ ഒരു തരത്തിലും LDFിൻ്റെ മേൽക്കൈ ഒരിടത്തും ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വിജയമായിരിക്കാം 2020 അല്ലെങ്കിൽ ഈ ബൈ ഇലക്ഷനിലെ വിജയമായിരിക്കാം. ചെങ്ങന്നൂർ, കോന്നി, വട്ടിയൂർക്കാവ് ഈ 3 സ്ഥലങ്ങളിലാണ് അതിന് മുമ്പുണ്ടായിരുന്ന ജയങ്ങൾ. ഒരു കാര്യം കൂടിയുണ്ട്. അതിനുശേഷം ബൈ ഇലക്ഷന് ശേഷം 2021 പൊതു തെരഞ്ഞെടുപ്പിലും ഈ 4 സീറ്റുകളും ഇടതുമുന്നണി നിലനിർത്തുകൂടി ചെയ്തു. ഒരു ഫ്ലൂക്ക് ആയിരുന്നില്ല എന്നുള്ള അർത്ഥം. LDF 2021 ആകുമ്പോഴേക്കും അവരുടെ സീറ്റുകളുടെ എണ്ണം 99ലേക്ക് 92-ൽ നിന്നാണ് 91-ൽ നിന്നാണ് 92-ൽ നിന്ന് 99-ലേക്ക് LDF ഉയർത്തുകയും ചെയ്തു. അങ്ങനെ സുസജ്ജമായിരുന്ന എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് LDF വിജയത്തിലേക്ക് നടന്നു കയറിയത്. പക്ഷേ ഇതേ പാറ്റേൺ നിങ്ങൾ അടുത്ത 5 വർഷം എടുത്ത് നോക്കൂ. 5 ബൈ ഇലക്ഷനിലുണ്ടായി. LDFിന് 1 മണ്ഡലം നഷ്ടപ്പെട്ടു. 3 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ UDF അവരുടെ ഭൂരിപക്ഷം വല്ലാതെ കൂട്ടി. LDFിനുണ്ടായിരുന്ന 1 മണ്ഡലം ചേലക്കരയിൽ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് അത് ഏതാണ്ട് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറയുകയും ചെയ്തു. ഇവിടെയാണ് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന LDFിനേക്കാൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന LDFിന് വല്ലാത്ത ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതായത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം മിന്നുന്ന പ്രകടനമെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തീരെ മിന്നാത്ത പ്രകടനമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ പോയി എന്ന് മാത്രമല്ല ചേലക്കരയിൽ ഭൂരിപക്ഷം 3-1 കുറയുകയും ചെയ്തു. അതിനുശേഷമാണ് തദ്ദേശത്തിലെ റിസൾട്ട് വന്നത്. തദ്ദേശത്തിൽ നമുക്കറിയാവുന്നതുപോലെ അടപടലം LDF പോവുകയും വാഷ് ഔട്ടായി പോവുകയും ചെയ്തു LDF എന്നുള്ളതാണ്. UDFിന് വളരെ വലിയ വിജയമുണ്ടായി. എവിടെ നിന്നാണ് UDF ഈ വിജയം ഉണ്ടാക്കിയത് എന്നുകൂടി പരിശോധിക്കുക. സാധാരണ തദ്ദേശത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ പാഠവും കൊണ്ടും പ്രവർത്തകരുടെ മികവ് കൊണ്ടും CPM ഒരു പണത്തൂക്കം ഒന്നല്ല ഒരുപാട് പണത്തൂക്കം മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് UDFിന് പല ജില്ലകളും അങ്ങനെ ഇങ്ങെടുക്കാൻ പറ്റിയത്. കോട്ടയമൊക്കെ വൻ വിജയമാണ് നടന്നത്. ഈ വിജയം എവിടെ നിന്നാണ് ഉണ്ടായത്? ഇപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലത്ത് വെറും 2 സീറ്റാണ് UDFിന് കിട്ടിയത്. പത്തനംതിട്ടയിൽ 1 സീറ്റ് പോലും കിട്ടിയില്ല. ആലപ്പുഴയിൽ 1 സീറ്റ്,
ഇടുക്കിയിൽ ആകെ 5-ൽ 1 സീറ്റ് മാത്രം. അവിടെ നിന്ന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചടക്കുകയും ആ 3 ജില്ലകളിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ 13-ൽ 1 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ UDF ഉണ്ടായത്. അവിടെ പോലും തൃശ്ശൂർ കുറച്ചുകൂടെ UDF മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഈ തദ്ദേശത്തിൽ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ 2021 വലിയ തകർച്ചയിൽ നിന്ന് അടിക്കടി കയറി വരുന്ന ഒരു UDF നിങ്ങൾ കാണുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പുകളിലായാലും അതുപോലെ തന്നെ തദ്ദേശത്തിലായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ പറയാനുമില്ല, ഗംഭീര വിജയമാണ് തൃശ്ശൂർ ഒഴികെ. ഇത്രയും കാര്യങ്ങൾ UDF അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു സർക്കാർ നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. സർക്കാരിനോട് ഒരു ഭരണത്തിൽ ഇരിക്കുന്നവരോടൊരു അതൃപ്തി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കടക്കാം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാവാം. എന്തായാലും റിസൾട്ട് ഇതാണ്. അതും 5 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, 5 വർഷം മുമ്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുന്നതിൻ്റെ ആദ്യ ഘട്ടം 4 വർഷം കാത്തിരുന്നിട്ട് അവസാനം ചെയ്ത് ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് പണം കിട്ടിയ ശേഷമാണ് തദ്ദേശം നടന്നത്. അവിടെയാണ് പരാജയം സംഭവിച്ചത്. അപ്പോൾ സർക്കാരിന് മുമ്പിൽ ഇനി എന്താ സാധ്യത? LDF മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു എന്നാണോ? അതല്ല. പക്ഷേ ഈ പരാജയത്തിൻ്റെ ഗൗരവം കൂട്ടുന്ന ഒരു കാര്യം, വർഗീയമായ വളരെ വലിയ ഒരു ധ്രുവീകരണം ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സാമുദായിക ഇക്വേഷൻസ് ഇപ്പോൾ LDF എതിരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും എറണാകുളത്ത് കുറച്ച് കാര്യമായിട്ടും തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ മുമ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങനെയാണോ UDF ഒരല്പം കൈവിട്ടിരുന്നത്, കാര്യമായി കൈവിട്ടിരുന്നത്, അത് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ്. മുസ്ലിം വോട്ടുകൾ അടപടലം പോയി എന്നുള്ളത് CPIയുടെയും CPMൻ്റെയും ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. ഇത്രയും വസ്തുതയാണല്ലോ. അപ്പോൾ ഇത് വെച്ച് എന്താണ് വിജയസാധ്യത? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പക്ഷേ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും 51-52 സീറ്റുകൾ LDFനൊപ്പമാണ്. 50-52 സീറ്റ്, 71 സീറ്റിലേക്ക് എത്ര വ്യത്യാസമുണ്ട്? വെറും 20 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പോരാട്ടം കടുക്കാനാണ് പോകുന്നത്. UDF നിഷ്പ്രയാസം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. LDF സംബന്ധിച്ചിടത്തോളം ഇത്രയും അനുകൂലമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യവും സാമുദായിക ധ്രുവീകരണവും നടന്നതിന് ശേഷവും അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ അവർക്ക് 51 സീറ്റുകൾ വരെ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ കണക്ക് ശരിയാവുകയാണെങ്കിൽ, ഇതേ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ രൂക്ഷമായിരിക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നുള്ളത് വേറെ കാര്യം. കാരണം തദ്ദേശത്തിൽ LDF വേറെ രീതിയിലുള്ള, CPM വേറെ രീതിയിലുള്ള കരുത്തുണ്ടെന്നുള്ള വേറെ കാര്യം. അത് നിയമസഭയിലേക്ക് വരുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും 20 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ 51-ൽ നിന്ന് 71-ലേക്ക് CPM-നെത്താൻ അല്ലെങ്കിൽ LDF-നെത്താൻ. അപ്പോൾ അത്ര നിസ്സാരമായി കാണാവുന്ന ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ LDF എഴുതി തള്ളാനുള്ള സമയമായിട്ടില്ല. 100 ദിവസം ബാക്കിയുണ്ട്. സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ക്ഷേമ പെൻഷനുകൾ ഇനിയും ഒരു 500 രൂപ കൂട്ടാനുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഒരു വളരെ വലിയ വീഴ്ചയാണെന്നും ആഭ്യന്തരം വൻ പരാജയമാണെന്നും പറയുന്നിടത്ത് നിന്ന് അത് നന്നാക്കാനുള്ള അവസരമുണ്ട്. പല കാര്യങ്ങളിലും പുതിയ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള സർക്കാർ അടപടലം തെറ്റി നിൽക്കുകയാണ്. സ്വർണത്തിൻ്റെ കട്ടി സായിപ്പിൻ്റെ ജട്ടി എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതെല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഒരു 100 ദിവസത്തെ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാമായിരിക്കും. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും കുഴപ്പങ്ങളുമാണ്. അത് തിരിച്ചു പിടിക്കാൻ സർക്കാരിന് സമയമുണ്ടെങ്കിൽ 20 സീറ്റിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ LDF മറികടക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ ആഞ്ഞു പിടിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് LDF ക്യാമ്പ് നിരാശരായി പോവുകയില്ല. എന്ന് മാത്രമല്ല, നിലവിലിരിക്കുന്ന MLA-മാരെ ഭൂരിപക്ഷം ആളുകളെയും മത്സരിപ്പിക്കാനാണ് LDF ആലോചന. അവരുടെ ഗുഡ് വിൽ ഊന്നിയായിരിക്കും ഈ പോരാട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അവരാണ് അവരുടെ സ്ട്രാറ്റജി. പുതുമുഖങ്ങളായിരിക്കില്ല മിക്കവാറും. LDF പഴയ പോരാളികളെ ആയിരിക്കും രംഗത്തിറക്കുക. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നവർ പോലും ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മൂന്നാം കക്ഷിയായ BJPയെ പക്ഷേ കാണാതെ പോകരുത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 40,000 സീറ്റിന് മുകളിൽ വോട്ടുള്ള 10-ലധികം സീറ്റുകളുണ്ട്. 10-ലധികം സീറ്റുകളുണ്ട്. അതിൽ 45,000-ന് മുകളിൽ 7 സീറ്റുകളെങ്കിലുമുണ്ട്. അവിടെ BJP ഒരു പ്രധാനപ്പെട്ട വിന്നിംഗ് ഫാക്ടറായി മാറിയാൽ അത് ആരുടെ സാധ്യതകളെ ആയിരിക്കും എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP കണ്ണുവയ്ക്കുന്ന 4 സീറ്റുകൾ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, 4ഉം LDF സീറ്റുകളാണ്. ജയിക്കാൻ സാധ്യതയുള്ള BJP കണക്കൂട്ടുന്ന സീറ്റുകൾ 4ഉം LDF-ൻ്റെയാണ്.
ഈ സീറ്റുകൾ അപ്പോൾ വോട്ട് കട്ടറായി മാറി CPM-ൻ്റെ 4 സീറ്റുകളായിരിക്കുമോ, LDF-ൻ്റെ 4 സീറ്റുകളായിരിക്കുമോ BJP പിടിക്കുക? അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ബാക്കി സ്ഥലങ്ങളിൽ BJP-യുടെ വോട്ട് എങ്ങനെ പോകും, ആർക്ക് പോകും? ആൻറ്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ വോട്ടുകൾ പിളർന്നു പോകാൻ സാധ്യതയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ പറയുന്നത് ഞങ്ങളുടെ മത്സരം UDF-ഉമായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് വേഴ്സസ് BJP ആണ് മത്സരം, CPM ചിത്രത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ കുറച്ച് ഞങ്ങൾ കൂടെ കിട്ടട്ടെ എന്നുള്ളതാണ് ലൈൻ. അങ്ങനെ വന്നാൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് CPM-നും LDF-നും അനുകൂലമായി പോയേക്കാം. പക്ഷേ BJP അധികാരം ഏൽക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, സർക്കാർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല, പ്രദേശത്തിൽ പ്രാദേശികമാണ്, ഒരു സർക്കാർ ആരുണ്ടാക്കുമെന്നുള്ളൊരു ചോയ്സിൽ LDF-ഓ UDF-ഓ ആയിരിക്കും. അതിൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ മുഴുവൻ UDF-ലേക്ക് പോകാനാണ് സാധ്യത. ആൻറ്റി ഇൻകംബൻസി എത്ര ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ വൻ രീതിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ തദ്ദേശത്തിൽ LDF-ന് പലയിടത്തും പല ജില്ലകളിലും ഒരു വലിയ വാഷൗട്ട് ഉണ്ടായത്. ശരി, പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ BJP-യുടെ കേഡർ വോട്ടുകൾ, BJP-യുടെ കോർ വോട്ടുകൾ എങ്ങനെയായിരിക്കും? ഒരു ടാക്റ്റിക്കൽ വോട്ടിംഗ് ഉണ്ടായാൽ അത് പല മണ്ഡലങ്ങളിലെയും സാധ്യതകളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. 30,000 വോട്ട് BJP-യുടെ കയ്യിലുള്ള 10-25 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിൽ സുലഭമായുണ്ട്. 30-ന് മുകളിൽ കേരളത്തിൽ പലയിടത്തായി കിടക്കുകയാണ്. പലയിടത്തും നമുക്കറിയാമല്ലോ, 5,000-നും 15,000-നും ഇടയ്ക്കാണ് കേരളത്തിലെ ഭൂരിപക്ഷം. 30,000 കയ്യിൽ വോട്ടുള്ള BJP ടാക്റ്റിക്കൽ വോട്ടിങ്ങിന് ശ്രമിച്ചാൽ അത് ആർക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ BJP-യുടെ കാര്യത്തിൽ രണ്ടാണ്. BJP ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന 4 സീറ്റുകൾ അത് CPM-ൻ്റെയാണ്, 2 സീറ്റുകൾ കോൺഗ്രസിൻ്റെയാണ്. ഞാൻ പറയുന്നത് കാസർഗോഡ് സീറ്റുകളാണ്. ബാക്കിയുള്ള അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും നഷ്ടം വരിക അങ്ങനെ പരാജയം സംഭവിച്ചാൽ. ഇപ്പോൾ കാസർഗോഡൊക്കെ CPM-ൻ്റെ ടാക്റ്റിക്കൽ വോട്ടിംഗ് ഉണ്ട്. അത് BJP-ക്ക് എതിരെയാണ് ചെയ്തിരുന്നത്. ഇത്തവണ ചെയ്തില്ലെങ്കിലോ കോൺഗ്രസ് നഷ്ടമുണ്ടാകും. അതേസമയം തിരുവനന്തപുരത്തെ 4 സീറ്റുകളിൽ BJP ശക്തമായി മുന്നിട്ടിറങ്ങുകയും കോൺഗ്രസിൻ്റെ ദുർബല സ്ഥാനാർത്ഥി വന്നാലും വന്നില്ലെങ്കിലും ചിലപ്പോൾ BJP ജയിച്ചാൽ CPM-നും LDF-നും 4 സീറ്റ് നഷ്ടപ്പെടും. ബാക്കി സ്ഥലങ്ങളിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് ആർക്ക് അനുകൂലമെന്നുള്ളത് BJP-ക്ക് അറിയൂ, നമുക്കറിയില്ല, ഊഹങ്ങൾ മാത്രം. ചുരുക്കത്തിൽ BJP-ക്ക് കൂടി വലിയ പങ്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും അടുത്ത തവണ ആർക്കുണ്ടായാലും. കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, പോരാട്ടം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പോരാട്ടത്തിന്റെ സ്വഭാവം എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 100 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ 100 ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ പോരാട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് അനാരോഗ്യകരമായ പോരാട്ടമാകുമോ, അതൊരു വൈരാഗ്യ ബുദ്ധിയോടുള്ള പോരാട്ടമാകുമോ എന്നുള്ളതൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തിരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ ഏതായാലും 2 മുന്നണികളും പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ബത്തേരിയിലെ സമ്മിറ്റിന് ശേഷം നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഒരു സെറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഫെബ്രുവരി ആകുമ്പോഴേക്കും മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. CPM-നെ സംബന്ധിച്ചാണെങ്കിൽ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. 15-ാം തീയതി വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലേക്ക് കടക്കുന്നു. ഈ രൂപത്തിൽ നേതാക്കൾ പ്രതികരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ BJP-യുടെ കാര്യത്തിൽ BJP-യും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമാനമായ വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അമിത്ഷാ ഈ മാസം തന്നെ കേരളത്തിലേക്ക് എത്തുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 34 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് BJP-യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ BJP-യെ സംബന്ധിച്ച് BJP ഇവിടെ വളരാത്തതിന് കാരണം BJP-യിലെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ തവണയും വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ചിത്രം നമ്മൾ കണ്ടെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴേക്ക് പോകുന്ന ചിത്രമാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ്? ഇപ്പോൾ ഒരു നേതാവ് മാറി പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ മറ്റു നേതാക്കൾ സഹകരിക്കുന്നുണ്ടോ എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ജയിച്ച, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുത്ത കോർപ്പറേഷൻ്റെ സ്ഥിതി തന്നെ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. കോർപ്പറേഷനും ജയിച്ചു, മേയറുമായി, പക്ഷെ ഇപ്പോഴും നേതാക്കൾ തമ്മിലുള്ള സംഘർഷം നീങ്ങുന്നില്ല. അത് തുടരുക തന്നെ ചെയ്യും. അപ്പോൾ തിരുവനന്തപുരം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പുതിയ അധ്യക്ഷൻ വന്ന ശേഷം തിരുവനന്തപുരത്ത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഞാൻ മത്സരത്തിനേ ഇല്ല എന്ന് K. സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വേറെയും ചില BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് BJP-യെ സംബന്ധിച്ച് വളരുന്നതിനോട് തടസ്സമാകുന്നത്. അല്ലാതെ BJP-യുടെ നയങ്ങൾക്കും നിലപാടുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ വിഭാഗം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇനി
CPM-മായി ബന്ധപ്പെട്ടാണെങ്കിൽ CPM എടുത്തിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ CPM സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വികസനങ്ങൾ ഈ 10 വർഷം നടപ്പാക്കിയിരിക്കുന്ന വികസന പദ്ധതികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുമ്പോഴും അതിലപ്പുറമുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി നമ്മൾ പ്രചാരണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ തൊട്ട് നമ്മൾ കേൾക്കുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേൾക്കുന്ന പ്രചാരണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, BJP നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് CPM നേതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ധ്രുവീകരണത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറുന്നു. ഈ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരായിരുന്ന അല്ലെങ്കിൽ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പ്രസംഗങ്ങളിൽ അതിലൂന്നിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പോലും പിന്നീട് നേരെ തിരിയുന്ന കാര്യമാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും ആ പ്രചാരണം കണ്ടു. ഇവിടെ തുലോം തുച്ഛമായ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാം നിശ്ചയിക്കുക എന്ന്. ഇനിയിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ UDF വിജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമെന്ന് വരെ മുതിർന്ന CPM നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ വലുതാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷം അതെങ്ങനെയാണ് അതിനെ കേൾക്കുന്നത്? തിരിച്ച് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പ്രസംഗങ്ങളോട് CPM എടുത്തിരിക്കുന്ന നിലപാട് അതെങ്ങനെയാണ് ജനങ്ങൾ ന്യൂനപക്ഷം എടുത്തിരിക്കുന്നത്? ന്യൂനപക്ഷം മാത്രമല്ല, ഇവിടെ മതനിരപേക്ഷമായിരിക്കുന്ന സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ CPM-ൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം നഷ്ടപ്പെട്ടത് ഭൂരിപക്ഷ വോട്ടാണ്. അത് തിരിച്ചുപിടിക്കാൻ എടുക്കുന്ന തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമായ തന്ത്രങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണോ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചില നേതാക്കളിൽ നിന്നെങ്കിലും നമ്മൾ കേട്ടത്? അല്ല. കാരണം മുന്നണിയെപ്പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യത്തിന് നമ്മൾ കേട്ടതാണ്. വെള്ളാപ്പള്ളി എങ്ങനെ തള്ളുന്നു, വെള്ളാപ്പള്ളി നൽകിയ സഹായം വെള്ളാപ്പള്ളി ഒരു വശത്ത് പറയുന്നു. അപ്പോൾ അതൊരു 3 ലക്ഷമാണ്. ആ 3 ലക്ഷം തന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ബിനോയ് വിശ്വം പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് ഈ LDF-നാകെ തുകയെ നോക്കുമ്പോൾ ഈ പ്രതികരണങ്ങൾ എങ്ങനെയാണത് പ്രതിഫലിക്കുക എന്നുള്ള പ്രധാനമാണ്. തിരിച്ച് അപ്പുറത്ത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ആയിരിക്കുമെന്ന നേതാക്കൾ, UDF-ലെ നേതാക്കൾ പറയുന്നു, ഞങ്ങളിതാ പ്രവർത്തിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നു. 2021-ലെ CPM അല്ല 2025-ലെത്തുമ്പോൾ ഉള്ള CPM, 2021-ൽ കണ്ട കോൺഗ്രസ് അല്ല 2025-ലെത്തുമ്പോഴുള്ള കോൺഗ്രസ് എന്നുള്ള പ്രധാനമാണ്. 2021-ൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് വിജയത്തിലേറാം എന്ന്, വളരെ ഈസിയായി ജയിച്ചു പോകാം എന്ന് പ്രതിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ആ പാഠം പഠിച്ചതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം കണ്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ പുറമേക്ക് നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നുകിൽ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നു, നമ്മൾ ആ ബൈറ്റുകളിലേക്ക് പോകുന്നു, അതിൽ വിവാദങ്ങൾ തിരയുന്നു, ആ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉറപ്പായിട്ടും. അതാണ് കോൺഗ്രസ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് വളരെ നിശബ്ദമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് പുറമേക്ക് നോക്കുമ്പോൾ ആ പ്രവർത്തനം കാണില്ല, പക്ഷേ അവൾ വളരെ അടിത്തട്ടിൽ ആ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതാണ് ചിത്രം. ആ ചിത്രം നമ്മൾ കണ്ടില്ല. ബൂത്ത് തലത്തിലടക്കം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി തന്നെ ചില നേതാക്കൾക്ക്, ഓരോ ജില്ലയ്ക്കും നേതാക്കൾക്ക് ചുമതലകൾ നൽകിക്കൊണ്ട് ആ ചുമതല നിർവഹിക്കാത്ത നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. ഉറപ്പായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രൂപത്തിലേക്ക് അവർ നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിജയിച്ച ഫോർമുലയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ച് ഇത് നേരത്തെയുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും പുറകോട്ട് പോയോ എന്ന് അവർ തന്നെ സംശയിക്കേണ്ടത് ഉണ്ട്. കാരണം ഒരു പരാജയം മണക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി അവർക്ക് മനസ്സിലാകും താഴെത്തട്ടിൽ നിന്ന്. അത് പക്ഷേ ഇത്തവണ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള. അപ്പോൾ എല്ലാവരും ഞെട്ടിച്ച ഒരു വിജയമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും പഠിക്കാനും തിരുത്താനുമുള്ള സമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അവിടെ നിൽക്കുന്നു. എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായി കടക്ക് പുറത്ത് എന്നൊരു മുദ്രാവാക്യം കാണുന്നുണ്ട്. ആ മുദ്രാവാക്യവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരാണ് കടക്ക് പുറത്താവുക എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. കാരണം ഒരു ധാർഷ്ട്യത്തിന് മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ജനത്തിന് മറ്റൊരു ധാർഷ്ട്യത്തെ ഇനി സ്വീകരിക്കേണ്ട കാര്യമില്ല. ധാർഷ്ട്യത്തിന് പകരം മറ്റൊരു ധാർഷ്ട്യത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ ഭാഷയായി മാറുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ വാക്കായി മാറുന്ന, പ്രതികരണമായി മാറുന്ന ഒരു നേതാവിനെ മതി. അതിലപ്പുറമുള്ള അഹങ്കാരത്തിൻ്റെ ഭാഷ ഈ ജനം തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വിനയത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കടക്ക് പുറത്ത് എന്നതാണ് നിങ്ങളുടെ മുദ്രാവാക്യമെങ്കിൽ അത് തുടക്കത്തിലേ തെറ്റിയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് തീയതി ഏകദേശം ഏപ്രിൽ 2ാം വാരമായിരിക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടതോടുകൂടി പോരാട്ടം കടുക്കുന്നതിൻ്റെ സൂചനകളാണ്. കടുക്കുന്ന പോരാട്ടമായിരിക്കുമോ ഇക്കുറി
കടുക്കുന്ന പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കേരളത്തിലെ ആൻറ്റി ഇൻകംബൻസി ആയിരിക്കില്ല പോരാട്ടം കടുക്കാനുള്ള കാരണം കേരളത്തിലെ BJP ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ മണ്ഡലങ്ങളും BJPക്ക് കാര്യമായ വോട്ട് വർധന ഉണ്ടാകുന്നുണ്ട്. കാരണം വോട്ട് വർധന ഉണ്ടാകുക എന്ന് പറയുന്നത് അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആശ്രയിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. ഏകദേശം കേരളത്തിലെ 30 മണ്ഡലങ്ങളുണ്ട്. ഈ 30 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ BJP സ്വാധീനം ചെലുത്തുക എന്നുള്ളത് പോലെ ഇരിക്കും രണ്ട് മുന്നണിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷന് കണ്ട ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും വലിയ രീതിയിൽ ഇൻഡിപെൻഡൻ്റായി ശക്ത രീതിയിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ കയറി വരാൻ പോകുന്ന BJP ആയിരിക്കും. പക്ഷേ അങ്ങനെ കയറി വരാൻ BJPക്ക് ഒരുക്കമല്ല. കാരണം എന്താ, BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഈ പറയുന്ന പ്രവർത്തനം ചുരുക്കാനാണ് സാധ്യത. കാരണം അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യും, അവിടെ ജയിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, അവിടെ എങ്ങനെയെങ്കിലും ഒരു 10 സീറ്റിലെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നുണ്ടാവുക. ഞാൻ വിചാരിക്കുന്നത് 2011 ഇലക്ഷനെ പോലെ ആയിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. 2011 കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് എന്താ കാരണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 38 സീറ്റാണ് 2011 കിട്ടിയത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 20 സീറ്റും 25 സീറ്റിൽ മത്സരിച്ചു, 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടി. അതുപോലെ തന്നെ നാഷണൽ 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടുക എന്ന് പറയുമ്പോൾ മലപ്പുറം ഏകദേശം അവരെ കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ബാക്കി മലപ്പുറത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളാണ് അവർ കാര്യമായിട്ട് അവർ തോറ്റുപോയത്. അപ്പോൾ 2011 എങ്ങനെയാണ് കിട്ടുക, അതിൽ 38 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ആ 38 സീറ്റ് കോൺഗ്രസിന് കിട്ടുക എന്ന് പറയുന്നത് അവരെ തന്നെ മാക്സിമമാണ്. അതേ ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമായി കണ്ടത്, അന്ന് കേരള കോൺഗ്രസ് എമ്മും ജോസഫും മാണിയും ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് 9 സീറ്റ് രണ്ടുപേർക്ക് കൂടെ കിട്ടി. കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ 9 സീറ്റ് അവർക്ക് കിട്ടി. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇപ്രാവശ്യം അത് സ്പ്ലിറ്റ് ആവും. ജോസഫിൻ്റെ കയ്യിലും മാണിക്കോ UDFിൻ്റെ LDFിൻ്റെയും 2 ഭാഗമായിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്താണ്, പിന്നെ ഈ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിക്ക് 2 സീറ്റ്, കേരള കോൺഗ്രസ് ജെക്ക് ഒരു സീറ്റ്, കേരള കോൺഗ്രസ് ബിക്ക് ഒരു സീറ്റ്. അന്ന് ഗണേഷ് കുമാർ കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 72 സീറ്റിലേക്ക് കോൺഗ്രസിന് വന്നത്. ആ കോൺഗ്രസിന് വന്നതിനേക്കാൾ അപ്പുറം ആ സമയത്ത് 2010 ഇലക്ഷൻ്റെ സമയം എന്താ, രണ്ടിലെ ഏറ്റവും വലിയ വിജയം പഞ്ചായത്ത് ഇലക്ഷന് കിട്ടിയ സമയമാണ്. ഇതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് വിജയം കിട്ടിയ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന നിയമസഭാ ഇലക്ഷനിൽ സംഭവിച്ചതാണ് ഞാൻ ഈ പറഞ്ഞ 72 സീറ്റ്. അപ്പോൾ അത്രയും സീറ്റിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു വിജയം ആ ലെവൽ തന്നെയാണ് ഇപ്പോഴുള്ളൂ, വലിയ മാറ്റമില്ല. പക്ഷേ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വ്യത്യാസം, 2 വ്യത്യാസമാണ്. ഒന്നാമത് BJP A ക്ലാസ് മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നു. A ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ കണ്ടെത്താൻ, അന്നത്തെ BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സ്റ്റേറ്റിൽ മത്സരിക്കുക, അവർക്ക് അന്നത്തെ കാര്യത്തിൽ ഒരു മഞ്ചേശ്വരം മാത്രമാണ് കാര്യമായിട്ട് അവർ ചർച്ച ചെയ്യപ്പെടുക. തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങൾ പോലും അന്ന് ചർച്ചയിൽ പോലും ഇല്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏകദേശം 5 or 6 മണ്ഡലങ്ങൾ അവർ പിന്നെ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊല്ലത്ത് ആറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പാലക്കാട് ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നു, തൃശ്ശൂർ മണ്ഡലം ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, മഞ്ചേശ്വരം മണ്ഡലം ഫോക്കസ്, A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ 10 മണ്ഡലത്തെ നിശ്ചയിച്ചിരിക്കുന്നതല്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറായി മാറാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇലക്ഷനെ നേരിടാൻ പറ്റും, അതിനൊരു പ്രത്യേക സ്ട്രാറ്റജിയാണ് വേണ്ടതെന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നില്ല ഒരു 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അത് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, BJPക്കെതിരെ എങ്ങനെ BJPൻ്റെ വോട്ട് ചോർച്ചയെ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നോ കാണുന്നുണ്ടോ? ഒരു വാർത്തകളും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP വോട്ടിനെ എങ്ങനെ അറിയും? അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്, K മുരളീധരൻ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി ശക്തമായി മുന്നോട്ടിറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, UDFിന് മുമ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു, അവിടെ BJP അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല മണ്ഡലങ്ങളും പ്രശ്നമാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 70 തുടങ്ങി 80 സീറ്റ് വരെയുള്ള ഒരു 10 സീറ്റേക്ക്, അപ്പോൾ 71 സീറ്റാണ് ഒരു ഭരണസമിതി വരാൻ ആവശ്യം. 70 തുടങ്ങി 80 സീറ്റ് വരെയുള്ള 10 സീറ്റ് UDFിന് പിടിക്കാൻ കഴിയുന്നുണ്ടോ, 10 സീറ്റ് LDFിന് പിടിക്കാൻ കഴിയുന്നുണ്ടോ, അതുമാത്രമേ ഒരു വിജയ വ്യത്യാസമായി മാറാനുള്ളൂ. അല്ലാതെ ഈ പറയുന്ന 100ലേക്ക് എത്താനേ പോകുന്നില്ല എന്നുള്ളതാണ്. 100ലേക്ക് എത്താൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മണ്ഡലങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഘടന വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ എന്താണ് പ്രധാനപ്പെട്ട കാര്യം, BJPയെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നതിനെ പോലെ ഇരിക്കും കാര്യങ്ങൾ. BJP അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അവർ മുഖ്യ ശത്രുവാക്കാൻ തീരുമാനിച്ചാൽ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ കോൺഗ്രസിലുള്ള മണ്ഡലങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും, അത് കോൺഗ്രസിൻ്റെ വിജയത്തെ അധികാരത്തിൽ വരുന്നതിന് വളരെ കാര്യമായിട്ട് സ്വാധീനിക്കും. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും, അത് വലിയ രീതിയിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. പാലക്കാട് ജില്ലയിൽ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടും, ഈ സീറ്റുകൾ അത് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. ഞാൻ വിചാരിക്കുന്ന 5 സീറ്റിലേക്ക് മേലേക്ക് BJP MLA അവർ വിജയിക്കും. 5 സീറ്റിൽ മേലെ
BJP വിജയിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നുണ്ടാവും. അതൊരു ട്രെൻഡായിരിക്കും. ആ ട്രെൻഡിനെ എങ്ങനെ കോൺഗ്രസ് മറികടക്കും, എങ്ങനെ UDF മറികടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 99 സീറ്റിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാം പ്രധാനപ്പെട്ട കാര്യം 17 സീറ്റിലാണ് ഇപ്പോൾ CPI വിജയിച്ചിരിക്കുന്നത്. 17 സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 17 സീറ്റ് CPI വിജയിച്ച് കയറി വരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്താണ്, ആ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നതിൽ ജയിച്ചു വരുന്നെങ്കിൽ പോലും അതിനനുസരിച്ചിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം BJPയുടെ അടുത്തുനിന്ന് BJPക്ക് ലഭിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 മണ്ഡലങ്ങളിൽ 70 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 10 അല്ലെ 5-10 സീറ്റ് BJPക്ക് വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എത്രയാണ് 5 സീറ്റ് കുറവ് മതി. 5 സീറ്റോ 10 സീറ്റോ കുറവ് മതി. 130 ഡിവൈഡഡ് ബൈ 2 കളിക്കാൻ മതി. അപ്പം എന്താ പറയുക 65 സീറ്റിലേക്ക് അത് ഒരു ഒരു സർക്കാർ അധികാരത്തിൽ വരെ 65 സീറ്റോ 66 സീറ്റോ മതിയാവും. അതിപ്പം പിന്നെ 140 ആണെങ്കിൽ 135 ആണെങ്കിൽ എത്ര വേണം? അപ്പോൾ അത്രയും വ്യത്യാസം 5 സീറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ 5 സീറ്റാണ് എന്നുള്ളത് കാൽക്കുലേറ്റിങ്ങിൽ തന്നെ, പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കേരളത്തിലെ സംവിധാനത്തോളം വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം മഞ്ചേശ്വരത്ത് പണ്ടത്തെ പോലെ BJPക്ക് അങ്ങനെ മാറ്റമുണ്ട്. കാരണം അത് മുസ്ലിം കൺസോളിഡേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ സീറ്റിൽ BJP കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്താണ്, അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ പ്രശ്നം. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് എത്ര മണ്ഡലം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം പോലെയുള്ള മണ്ഡലങ്ങൾ BJP ഷുവർ സീറ്റായിട്ട് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP, നമ്മൾ സാധാരണ BJPയിലല്ലല്ലോ കോൺഗ്രസ്സിലാണ് അടി ശ്രദ്ധിക്കുന്നത്. കാരണം ചില മണ്ഡലങ്ങൾ എനിക്ക് മത്സരിക്കണം, ഞങ്ങളിത് മുന്നോട്ട്. ഇപ്പം അങ്ങനെയല്ല, BJPൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവരുടെയും തിരുവനന്തപുരത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഇപ്പം വട്ടിയൂർക്കാവ് നേമം പോലെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിലേക്കെല്ലാം പ്രധാന നേതാക്കന്മാർ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ മണ്ഡലം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ലെങ്കിൽ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രധാന ഫാക്ടറാണ്. അവിടെ കെ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്, വി മുരളീധരൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്, കൃഷ്ണദാസ് പ്രധാനപ്പെട്ടതാണ്, ശോഭാ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ അവരെല്ലാം അത് ഫോക്കസ് ചെയ്യപ്പെടുകയും ആ സീറ്റിലേക്ക് ഫോക്കസ് ചെയ്യും അവരുടെ അണികളും. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP അങ്ങനെ സംവിധാനമുണ്ട്. സുരേന്ദ്രൻ്റെതായ അണികളുണ്ട്, പിന്നെ മുരളീധരൻ്റെതായ അണികളുണ്ട്, ശോഭാ സുരേന്ദ്രൻ അണികളുണ്ട്, കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം, കെ സുരേന്ദ്ര പക്ഷം എന്ന് പറയുന്ന രീതിയിൽ പക്ഷമുള്ള സ്ഥലത്ത് അവരെല്ലാം അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനൊരു വിജയ സാധ്യതയുണ്ട്. ആ സാധ്യതയെ എങ്ങനെ കോൺഗ്രസ് അടയാളപ്പെടുത്തുന്നു, ആ അധികാരത്തെ പിന്നെ BJPൻ്റെ വളർന്നുകയറ്റം, അത് ഞാൻ വിചാരിക്കുന്ന ടോട്ടലി കേരളത്തിലുള്ള വോട്ടുകളെ പെർസെൻറ്റേജ് എടുത്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അവരെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മണ്ഡലങ്ങളിൽ എങ്ങനെ വോട്ട് ഷെയർ ഉയർത്താൻ പറ്റും? അവിടെ ഫിനാൻഷ്യലി അവർ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ അടുത്ത് അധികാരമുണ്ട്, അവരെ കാര്യമായ പണമൊഴുക്കും ഉണ്ടാവും, അവിടെ പിന്നെ PR ഏജൻസികളുടെ കാര്യമായ വർക്ക് ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെ കോൺഗ്രസ് നേരിടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നേരിടേണ്ടതാണല്ലോ രണ്ടുപേരും, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. ഇതിനും കഴിഞ്ഞ തവണ 67 ഇടത്താണ് വിജയിച്ചത്. അതെ, ഇത്തവണ ഈ വിജയിച്ച 40 ഇടത്ത് അവർക്ക് ആശങ്കയുണ്ടെന്ന്. അല്ല, ഞാൻ സ്മൃതി മേഡം, ഞാൻ അതാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഈ 30 മണ്ഡലം 10,000-ൽ താഴെ പഞ്ചായത്തുകളിൽ 10,000-ൽ താഴെ വോട്ട് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ 30-നടുത്താണ്. അപ്പോൾ ഞാനത് നോക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ 30 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് കിട്ടിയ 72 മൈനസ് 30 എന്ന് പറഞ്ഞാൽ ബാക്കി 42ആണ്. ആ 42-ലാണ് എന്ത് നിൽക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 30 മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതിനി ഒരു പ്രധാനം പറയാം, ഈ 40 മണ്ഡലങ്ങളിൽ പ്ലസ് 5,000-ൽ താഴെ വോട്ട് കിട്ടിയത് 18 മണ്ഡലങ്ങളാണ്. 16. അപ്പോൾ 16 40 പ്ലസ് 16 നിങ്ങൾ കൂട്ടിക്ക് 56. അപ്പോൾ ഈ 56 മണ്ഡലം കോൺഗ്രസ് ഷുവർ ഷോട്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിനേക്ക് അപ്പോൾ 72-ലേക്ക് പറയുന്ന, അല്ല 71-ലേക്കോ അല്ലെങ്കിൽ വിജയിക്കാൻ ഒരു സീറ്റെങ്കിലും മുന്നിൽ വെക്കുന്ന 76-ലേക്ക് 14 സീറ്റിൻ്റെ വ്യത്യാസം ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചെറുതായി കണ്ട. ഞാൻ പറയുന്നത് കേരളത്തിൽ UDF അനുകൂല ട്രെൻഡ് ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ UDF അനുകൂല ട്രെൻഡ് ഉണ്ട്. പക്ഷേ അതെന്താണ്, അത് ജനങ്ങളുടെ മനസ്സിലാണ്, അത് പത്രങ്ങളിലാണ്, അത് TV-കളിലാണ്. പക്ഷേ എന്താണ്, ഒരു നിയമസഭാ ഇലക്ഷനെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പം ഞാൻ പറയാം BJPയുടെ കോർപ്പറേഷനുകൾ അവരേതാ ഫോക്കസ് ചെയ്യപ്പെട്ടത്? അവർ ഫോക്കസ് ചെയ്തത് പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പത്തനംതിട്ടയിൽ പിന്നെ ശബരിമല, പന്തളം, പിന്നെ കൊല്ലം, തൃപ്പൂണിത്തറ, അങ്ങനെ വളരെ ഫോക്കസ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുകയും അവിടെയാണ് ഫുൾ എല്ലാവരും കൂടി ഇറങ്ങി പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ല വിട്ടു പോയിട്ടില്ല ഈ ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ 10 മണ്ഡലങ്ങളിലേക്ക് ഇവർ ചുരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 10 മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുകയാണെങ്കിൽ 130 എന്ന് കണ്ടിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആരാണോ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM, അതിനനുസരിച്ചുള്ള പ്ലാനാണ് ഇടേണ്ടത്. ആ പ്ലാനിങ് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ഈ 2 ദിവസത്തെ
പ്ലാനിങ്ങിൽ നടന്നിട്ടുണ്ടെന്ന്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷൻ അനുസരിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഇട്ടിരിക്കുന്നത്. അതാണ് കനകോല് ചർച്ച ചെയ്തിട്ടുള്ളത്, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചർച്ച ചെയ്തത്, അതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 100 ദിന പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് ഒരു സീറ്റ് മുന്നോട്ട് വെച്ച് അധികാരത്തിൽ നേരിടുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പാർട്ടിയും, കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും CPM ആണെങ്കിലും സീറ്റിനെ മുന്നിൽ കണ്ടത് ഞങ്ങൾ 110 സീറ്റിൽ അധികാരത്തിൽ വരും, 100 സീറ്റിൽ അധികാരത്തിൽ വരും, 85 സീറ്റ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു പോകാനേ പാടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ വരികയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കൽപ്പറ്റ മണ്ഡലം കോൺഗ്രസിന് 3-4 വർഷങ്ങളായിട്ട് അവരെ കയ്യിലിരിക്കുന്ന മണ്ഡലം, ടേമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇരിക്കുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം 100 അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഈ മണ്ഡലം ഷുവർ ഷോട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കളയും. അതുകൊണ്ടാണ് ഒരു ലേസി ഫീലിംഗ് ഉണ്ടാക്കാനേ അത് ഗുണം ചെയ്യുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വളരെ ആ ഒരു മെസ്സേജാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഓരോ CPM നേതാക്കന്മാർക്കും കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പോരാട്ടം കടുക്കും എന്ന് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ കനകോലുവാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ലക്ഷ്യയിൽ പ്രസന്റ് ചെയ്ത കോൺഗ്രസിന്റെ തന്നെ PR വിദഗ്ധന്റെ പേരാണ് കനകോലു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമല്ല. 2, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും UDF-ന് അനുകൂലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ഈ രണ്ടും കനകോലുവിൻ്റെ പ്രസന്റേഷന്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? UDF-ന്റെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന പ്രസന്റേഷനാണ് കനകോലു യഥാർത്ഥത്തിൽ ലക്ഷ്യയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിനെ മറ്റ് നേതാക്കൾ ഇടപെട്ട് തിരുത്തിച്ചു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം കിടക്കുന്നത് നമ്മൾ 2006 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് LDF സർക്കാരിന് അഥവാ പിണറായി സർക്കാരിന് CPM-നും LDF-നും കിട്ടിയിരിക്കുന്ന വോട്ടുകളും മണ്ഡലങ്ങളുടെ കോൺഫിഡൻസും ഒന്ന് നോക്കൂ. 42 മണ്ഡലങ്ങളിൽ 20,000-ലധികം ഭൂരിപക്ഷമുണ്ട്. 69 മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. 14 മണ്ഡലങ്ങളിൽ 5,000-ന് മുകളിൽ. കോൺഗ്രസിന് എന്തെങ്കിലും ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ ഈ ഭൂരിപക്ഷത്തെ വെച്ചാണ് ഉള്ളതെങ്കിൽ ഈ 5,000-ന് മേൽ ഭൂരിപക്ഷമുള്ള 14 മണ്ഡലങ്ങൾ പോകുമെന്ന് പറയാം. 5,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള 16 മണ്ഡലങ്ങൾ മറിയുമെന്ന് പറയാം. അപ്പോൾ 30 മണ്ഡലങ്ങളാണ് തിരിച്ചു മറിയാൻ സാധ്യതയുള്ളത്. അപ്പോഴും UDF കണക്ക് കൂട്ടുന്ന ലക്ഷ്യ കണക്ക് കൂട്ടുന്ന 85 സീറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കനകോലു പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചു, ഒരു ഭരണവിരുദ്ധ വികാരമായ ഒരു ട്രെൻഡായിട്ട് ഇത് മാറാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? തദ്ദേശ തിരഞ്ഞെടുപ്പ് വെച്ച് എപ്പോഴും നിയമസഭയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ 2010-ൽ പൂർണ്ണമായിട്ടും തൂത്തുവാരിയിട്ടും 580-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 8 ജില്ലാ പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരത്തിലേറാൻ പറ്റിയത് കേവലം 2 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ്. 72 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെയാണ് ആ കണക്കിലെ കൗതുകം കിടക്കുന്നത്. 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് UDF 42 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 72 സീറ്റുകളിൽ കഷ്ടിച്ച് കടന്നുകൂടി. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 47 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായി. മൊത്തം ശരാശരി നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് 55 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങുന്ന കാഴ്ച കണ്ടു. എന്താ ഇതിൻ്റെ സീക്രട്ട്? അവിടെ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 2008-ലെ മണ്ഡല പുനർനിർണ്ണയം, നമ്പർ 2 BJP-യുടെ ഗ്രോത്ത്. ഇത് രണ്ടും മനസ്സിലാക്കാതെയുള്ള ഒരു അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് UDF കരുതുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി അങ്ങ് പറിച്ച് നിയമസഭയിലേക്ക് വയ്ക്കുമെന്നുള്ളത് പറയില്ല. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പോകണമായിരുന്നു, കാസർഗോഡ് പോകണമായിരുന്നു, തിരുവനന്തപുരം പോകണമായിരുന്നു, കൊല്ലം പോകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF-ന്റെ ഒരു വേവ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോഴും LDF-നോടൊപ്പമാണ്. 2010-ൽ 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം LDF-നോടൊപ്പം നിന്നിടത്ത് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നും 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-നുമാണ്. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. 5% താഴെ വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ കാര്യമെടുത്താൽ 2% വോട്ട് വ്യത്യാസം മാത്രമേ കോൺഗ്രസും CPM-ഉമായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്ര വലിയ തരത്തിലുള്ളൊരു തരംഗമോ UDF-ന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടുതലായി രൂപപ്പെട്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ 2008-ന് ശേഷമുള്ള മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷം ഒരു വേവ് പ്രതിഭാസം UDF-ന് അനുകൂലമായിട്ട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതുണ്ടായിരിക്കുന്നതാവട്ടെ LDF-ന് അനുകൂലമായിട്ടാണ്. ഇത് പറയാനുള്ള കാരണം 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വേവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. മണ്ഡല പുനർനിർണ്ണയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമല്ലെന്ന് ഓർമ്മിക്കണം. എന്നാൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആ വേവ് ഉണ്ടായില്ല. എവിടെ പോയി? ഒരു വലിയ സുനാമിയായിട്ട് വന്ന 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2011 ആകുമ്പോഴേക്കും നിയമസഭയിൽ വരുമ്പോൾ ചെറു ഓളമായി മാറി.
ഇതെങ്ങനെയാണ് മാറിയത്? അവിടെയാണ് മണ്ഡല പുനർനിർണയത്തിന് ശേഷം സംഭവിച്ച വോട്ടിൻ്റെ സ്വഭാവം. അത് രണ്ടാമത്തത് 6% നിന്ന് 12% BJPയുടെ വോട്ട് വിഹിതം 6% ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. 12% നിന്ന് ക്രമേണ 13, 14, 15% BJP വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ വോട്ട് നഷ്ടപ്പെടുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. അതാണ് അവിടെ കണ്ടത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രണ്ടാം ഘട്ട ഒരു വികസനമാണ് കാണുന്നത്. അത് LDFന്റെ വോട്ട് കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രകാരം UDFന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് തരംഗമുണ്ടാവാനുള്ള സാധ്യത ഈ കണക്കുകളെ വെച്ച് 2006 മുതലുള്ള കണക്കുകളെ വെച്ച് നമ്മുടെ മുന്നിലില്ല. ഇനി വിഷയമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, കടക്ക് പുറത്ത് ഏത് വിഷയത്തിന് പുറത്താണ് കടക്കേണ്ടത്, പുറത്ത് കടക്കേണ്ടത് ഏത് വിഷയത്തിന് പുറത്താണ്? ഒരു 4-5 വിഷയങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ നോക്കൂ, ഈ സർക്കാർ വികസന വിഷയമാണ്. ഞാൻ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വികസനമാണ് ഈ ചർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുന്നതെങ്കിൽ LDF സർക്കാരിന് അധികാരത്തിൽ തുടരുക അത്ര വലിയ ബുദ്ധിമുട്ടായി മാറുകയില്ല. പക്ഷേ പ്രചരണം നടത്തുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്താണ് നടക്കുന്നതെങ്കിൽ അതിനെ CPM പ്രതിരോധിക്കേണ്ടി വരും. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ പാർട്ടി മെമ്പറല്ല, CPMന്റെ ഘടകകക്ഷിയല്ല SNDP എന്ന് പറയുന്നത്. SNDPയിലെ ഭൂരിപക്ഷം ആളുകളും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പിന്താങ്ങുന്നവരുമല്ല. മാത്രവുമല്ല, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നയാളാണ്, അയാൾ ഒരു വർഗീയവാദിയാണെന്നൊരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ആകെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്ന 2 സംഘടനകളാണ്. ഒന്ന് DYFI, രണ്ടാമത്തത് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ ഏത് കോൺഗ്രസ് നേതാവ് തുറന്നു പറഞ്ഞത്? പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായൊരു പ്രതികരണം നടത്തുന്നത് നിങ്ങൾ കണ്ടോ? അതേ പ്രതികരണം ഇല്ലായ്മയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ പക്ഷം. CPMും കോൺഗ്രസും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ വാചകത്തെ ഒരുമിച്ച് എതിർക്കേണ്ടതാ. എന്താ എതിർക്കാൻ ഭയം? ഈ ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോകും, അത് BJPയിലേക്ക് കൂടുതൽ പോകുമോ എന്നുള്ള ഭയം ഒരേപോലെ കോൺഗ്രസിനെയും ഒരേപോലെ CPMനെയും അലട്ടുന്നു എന്നതല്ലേ വാസ്തവം. പക്ഷെ പലപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ ഘടകകക്ഷിയാണ് എന്ന മട്ടിലാണ് പ്രചരണം. അല്ല, വെള്ളാപ്പള്ളി നടേശനെതിരെ CPMും ആ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല, കോൺഗ്രസും ആ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ CPM ഇപ്പോൾ പറയുന്നത് ചില കാര്യങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുന്നു, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല. കോൺഗ്രസിലെ ഏത് നേതാവാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടായി. അതാണ് ആ പ്രചരണത്തിന്റെ രണ്ടാമത്തെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങളെ എതിർത്ത് പറയുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് CPMലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റൂ? അതായത് ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്കഴിഞ്ഞ 5 വർഷങ്ങളിൽ CPMന്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമോ, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമോ, സംസ്ഥാന സമിതി അംഗമോ വേണ്ട, ഒരു ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയത് പറയാമോ? ഇത് നമ്മുടെ മുന്നിലില്ല. പക്ഷേ പ്രചരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിന്റെ വിഷയമായിട്ട് മാറും. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ട് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ? ജമാഅത്തെ ഇസ്ലാമി എന്നാ വോട്ട് ചെയ്യുന്നത്? ആദ്യം 1987 85 വരെ മൗദൂദിസ്റ്റുകൾ വോട്ട് ചെയ്തിട്ടില്ലെന്നേ നമ്മുടെ ഈ രാജ്യത്ത്. അവർക്ക് ജനാധിപത്യ പ്രക്രിയ ഹറാമായിരുന്നു. 87 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വ്യക്തമായും എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ഫാസിസ്റ്റ്വാദികൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രബോധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 87 അതിനുശേഷം 1992 നരസിംഹറാവു സർക്കാർ നിരോധിക്കുന്നത് വരെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. 92 ആരാ നിരോധിച്ചത്? കോൺഗ്രസ് പാർട്ടി. ആരായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ? നരസിംഹറാവു സർക്കാർ. അതിനുശേഷം ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിലും ഇടതുമുന്നണിയും പിന്നീട് പല ഘട്ടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയും പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് പ്രാദേശികമായി. പക്ഷേ ഓപ്പണായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയെ വർഗീയമായിട്ടുള്ള അവരുടെ നിലപാടുകൾ കളഞ്ഞ പാർട്ടിയാണെന്നോ, അല്ലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അങ്ങനെയാണെന്നൊരു നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ പ്രാദേശികമായി പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. LDF, UDFും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെ ഓപ്പണായി അംഗീകരിക്കുന്ന മട്ടിലേക്ക് എത്തിയിട്ടില്ലേ? പ്രാദേശികമായി പിന്തുണ സ്വീകരിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. അത് അവർ മാത്രമല്ല, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തവർ പിന്നെ ഞങ്ങൾ നിർത്തുമ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമെന്ന് മട്ടിൽ പറയുന്നതിൽ അർത്ഥമില്ല. 1992 കോൺഗ്രസ് വിലക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്ക് ഇപ്പൊ എന്താണ്? അവർ നിഷിദ്ധമാണ് അല്ല എന്നതിന് നിലപാടെടുക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ? ഹുക്കുമത്തെ ഇലാഹി എന്ന അവരുടെ ബേസിക് ആയിട്ടുള്ള ആശയത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ പോലും അവർ പറഞ്ഞ എന്താ? മതരാഷ്ട്രം എന്ന അവരുടെ ആശയത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. ദൈവത്തിന്റെ നാട്, ദൈവത്തിന്റെ ഹിതം പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ബൈറ്റാണ്.
ആ ബൈറ്റ് നമ്മുടെ മുന്നിലില്ലേ? നമ്മൾ വി ഡി സതീശൻ എന്ന് പറയുന്ന സമയത്ത് അത് വെച്ചല്ലേ പ്രതിരോധിച്ചത്? നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ടെന്നേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അല്ല, അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ ശരിയായ നിലപാടെന്ന് പറഞ്ഞ് CPM നേതാക്കൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. എപ്പോ പിന്തുണയ്ക്കുന്നു? എത്രയോ ഇലക്ഷൻ അല്ല, ഈ ഇലക്ഷൻ സമയത്തല്ലേ അത് ആദ്യമേ ഉള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് വളരെ മുൻപ് തന്നെ സൗഹാർദ്ദമാണ്. വളരെ മുൻപ് തന്നെ ദേശാഭിമാനി അല്ല, കേൾക്കൂ. ഇപ്രാവശ്യത്തല്ല, ഇപ്രാവശ്യത്തെ കാര്യമല്ലേ? ഇപ്രാവശ്യം അവർ UDF തുടങ്ങിയത് 92 ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ടാക്ടിക്കലായിട്ടുള്ള അലയൻസ് ഈ പറയുന്ന ഇടതുപക്ഷവും പിന്നീട് ഐക്യജനാധിപത്യ മുന്നണിയും പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താ? ഏറ്റവും ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താ? ആ നിലപാട് എങ്ങനെയാണ് ലീഗിന് ഇപ്പോൾ എന്തിനാണ് നമ്മൾ പറയുന്നത്? സമസ്തയിലെ തന്നെ ഒരു വിഭാഗം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അലയൻസിനെ എതിർക്കുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ന്യൂനപക്ഷത്തെ വിമർശിക്കുന്നു എന്ന മട്ടിലാണ് പ്രചരണം. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഇതാണ്: ഈ ന്യൂനപക്ഷത്തിനെതിരെ, മുസ്ലിം വിഭാഗത്തിനെതിരെ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഘടകത്തിലെ ഒരു നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ, നമുക്കത് ചർച്ച ചെയ്യാം. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ആ അർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ട് CPM ഒരു നിലപാടെടുത്തു എന്ന് പറയാം. CPM നടത്തിയ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ ആർക്കെതിരെയാണ്? മുസ്ലിം ലീഗിലെ തീരുമാനങ്ങൾ പറയട്ടെ. ഒരു മിനിറ്റ് പറയട്ടെ. മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് എന്റെ പക്ഷം. ഒരു മിനിറ്റ്, അങ്ങയുടെ പക്ഷമല്ല ഞാൻ പറയുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അല്ല, ആണ് അങ്ങനെല്ലാം പറഞ്ഞ കാര്യമില്ല. നോക്കൂ, അത് വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടി എന്ന് നിങ്ങൾക്ക് പറയാം. മതേതര പാർട്ടി തന്നെയാണ്. മതേതര പാർട്ടിയല്ല. മതേതര പാർട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. പറയുന്നത് കേൾക്കൂ. പറയുന്നത് കേൾക്കൂ പ്ലീസ്. ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വാചകം പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഇങ്ങനെ പറയാതിരിക്കും. ആടിനെ പട്ടിയാക്കാതിരിക്കും. ഞാൻ പറയട്ടെ പ്ലീസ്. പറയട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഒരു മിനിറ്റ് പറയാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ മതേതര പാർട്ടി എന്ന് മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വച്ചാൽ, ന്യൂനപക്ഷത്തിന് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പാർട്ടി എന്നത് വർഗീയ പാർട്ടിയല്ല. പക്ഷേ പറയട്ടെ പക്ഷേ അതിനെ വർഗീയ പാർട്ടിയാക്കുന്ന സമീപനം CPM പല ഘട്ടങ്ങളിൽ അവസരോചിതമായി ഓരോരോ അവസരത്തിൽ ഉപയോഗിക്കുന്നു. ആ പ്രയോഗം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. ഇപ്പൊ കഴിയും. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞ CPM ചില ഘട്ടങ്ങളിൽ അതിനെ വർഗീയ പാർട്ടിയായി തന്നെ അവതരിപ്പിക്കും. ആവർത്തിച്ച് പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ അതുണ്ട്. പിന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന് വരെയാണ് ഇപ്പോഴുള്ള പ്രതികരണം. ശരി, എന്റെ ചോദ്യം ഇതാണ്: മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ആ രാഷ്ട്രീയ പാർട്ടിയെ CPM വിമർശിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അല്ല, വിമർശിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ വിമർശിക്കുന്നത് അതിനെ വർഗീയ വട്ടത്തിലേക്ക്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമാണ് പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകുമ്പോൾ അത് വർഗീയ സംഘടനയല്ല. ഇതേ കാര്യം തിരിച്ചൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ അത് എന്തിനാണ് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നത്? മുസ്ലിം വിരുദ്ധമാണ്. വിജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞത് മുതിർന്ന CPM നേതാവാണ്. വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് CPM-നുള്ളത് രാഷ്ട്രീയ വിമർശനമാണെന്നാണ് എൻ്റെ പക്ഷം. ഇനി BJP-യെ കുറിച്ച് വിമർശിച്ചാൽ അത് ഹിന്ദു വിമർശനമല്ലല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് വിമർശിച്ചാൽ എങ്ങനെ മുസ്ലിം വിമർശനമാവുക? എങ്ങനെ ആവുക? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് അങ്ങനെ പ്രസംഗിച്ചു പോകാൻ പറ്റില്ല. അങ്ങ് പറയുന്ന ഫാക്ട് അല്ല. നോക്കൂ, നിങ്ങൾ ഈ വാചകങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ വിമർശനമായി കേൾക്കാം. എപ്പോൾ കേൾക്കാം? വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം തിരിച്ചു ശക്തമായി പറഞ്ഞെങ്കിൽ ഇവിടെ ഭരിക്കുന്ന CPM ആണ്. ഇവിടെ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രിയാണ് പ്രതികരിക്കേണ്ടത്. വെള്ളാപ്പള്ളി മലപ്പുറത്ത് ശ്വാസം സർക്കാരാണ്. വെള്ളാപ്പള്ളി നടേശനല്ല ഈ നാട്ടിലെ സമാധാനം കെടുത്തുന്ന തരത്തിൽ വർഗീയത ആര് പറഞ്ഞാലും
ഭരിക്കുന്നയാളോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളോ പ്രതികരിക്കേണ്ട അപ്പൊ ബാധ്യത ഭരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നെങ്കിൽ എനിക്ക് ഒന്നും എന്ന് വെച്ചാൽ വർഗീയത ഒന്നും പറയാനില്ല. അല്ല സംസ്ഥാന സർക്കാരിന്റെ ഒരു സമിതി വെള്ളാപ്പള്ളി ചെയർമാൻ ആണല്ലോ. ഇവിടെ പ്രതിപക്ഷത്തിനല്ല അതിന്റെ ഉത്തരവാദിത്തം. നോക്കൂ, പറഞ്ഞുതരാം. വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസംഗത്തോട് പ്രതിപക്ഷ നേതാവിന്റെ വാചകമായി പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റ് കിട്ടിയെങ്കിലും രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് സതീശൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈഴവ വിരോധിയാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈഴവ വിരോധിയാണെന്ന് പറയട്ടെ. നോക്കൂ, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്ന അറിയില്ല. അദ്ദേഹത്തോട് മത്സരിക്കാനോ തർക്കത്തിനോ പോകുന്നില്ല. നോക്കൂ, പറയുന്ന വർഗീയ വിദ്വേഷത്തെ ടീം UDF എതിർക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്മൃതി പറഞ്ഞതിൽ തന്നെ ഇതിന്റെ കുഴപ്പമുണ്ട്. എന്താ പറഞ്ഞതിലെ കുഴപ്പം? വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശനോട് ഇതിന് ഇൻവേർട്ടഡ് കോമ ആ വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനോട് തർക്കിക്കാനോ ചർച്ചയ്ക്കോ ഞാനില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാളോട് നേരിട്ട് തർക്കിക്കേണ്ട കാര്യമില്ല. അപ്പം വിമർശിക്കേണ്ടെന്നാണോ? വിമർശിച്ചില്ലേ? അതാണ് വർഗീയ വിദ്വേഷത്തെ എതിർക്കുമെന്ന് മാറ്റിക്കൊണ്ട് പോലെ ഗോവിന്ദ മാഷ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനോട് അല്ല ജിമ്മി, ഏതെങ്കിലും ഒരു പ്രദേശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനോട് CPM യോജിപ്പില്ല. നമ്മുടെ അഭിമുഖത്തിൽ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ പ്രസംഗത്തിന് ശേഷം നമ്മുടെ അഭിമുഖത്തിൽ വാഹനത്തിൽ ഒരു നിമിഷം സ്മൃതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ട ബാധ്യത CPM-നില്ല. ആ സമുദായത്തിന്റെ ഏതെങ്കിലും തരത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് CPM-ന് ഉത്തരവാദിത്വമില്ല. നമ്പർ 1. അങ്ങനെ കേൾക്കൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ? രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ച് പറഞ്ഞത് വെള്ളാപ്പള്ളിക്കും ബാധകമാണ്. ഒരു പ്രദേശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞത് CPM ആണ്. എന്താ അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? തർക്കിക്കാനോ ചർച്ച ചെയ്യാനോ? ഇതേ പറഞ്ഞതിന് കൂടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ അതാണ് ചോദ്യം. ഇതേ നിലപാടല്ലേ കോൺഗ്രസിനുള്ളത്? കോൺഗ്രസ് പറഞ്ഞ ഒരു കോൺടാക്ട് ജിമ്മി എനിക്ക് കാണിച്ചു. എന്റെ വിഷയം അതല്ല. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ചോദ്യത്തിന് മറുപടി പറയൂ. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ അല്ലയോ എന്ന ചോദ്യം MV ഗോവിന്ദ മാഷോട് ചോദിക്കുന്നു. വർഗീയവാദിയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. കാര്യം കഴിയുന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താ? കോൺഗ്രസ് നിലപാട് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദി അല്ല എന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നേതാവ് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്ന് പറഞ്ഞ നേതാവ് ഒരു ഒറ്റ കാര്യം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് വർഗീയവാദിയാണെന്ന് പറയാത്ത ഒരു നേതാവ് എനിക്ക് ഈ മറുപടി മതി. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയൂ. നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം വർഗീയവാദി അല്ല എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവിന്റെ പേര് CPM സംസ്ഥാന സെക്രട്ടറി ആകുന്നു. ആണല്ലോ.
ആണോ അല്ലയോ? നമ്മുടെ ആണോ സംസ്ഥാനത്ത് അല്ലയോ? വെള്ളാപ്പള്ളിക്കെതിരെ ആണോ കേസ് അല്ലയോ? എടുക്കണമെന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഒരു ആവശ്യപ്പെട്ടു. കാര്യം പറഞ്ഞ ഒരു പ്രതികരണം പറയാം. വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലത്തെ വർഗീയ പരാമർശങ്ങൾ എല്ലാ ദിവസവും നടത്തണം. എന്നാലേ അതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നടത്താനുള്ള ലക്ഷ്യം നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. അല്ല ജിമ്മി, എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ജിമ്മിക്ക് അത് പൂർണ്ണമായിട്ടും പറയാനുള്ള സമയം ഞാൻ തരും. ജിമ്മി ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ? പ്രതിപക്ഷ നേതാവ് ഈ വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടി, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തിനാ? അതുപോലെ എക്സ്പോസ്ഡ് ആവും. എന്നാലേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രേക്ഷകരോട് കേൾക്കണം. ക്രിറ്റിസൈസിന്റെ പ്രതികരണം എനിക്ക് 30 സെക്കൻഡ് അത് നിങ്ങൾ തന്നെ വെച്ചോ. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും ഇതുപോലെ വർഗീയ പ്രചാരണം നടത്തണം. നന്നായി. കാരണം അവൻ നന്നായി, അത് UDF ജയിക്കും എന്ന് വർഗീയത പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ആടെ കൂടെ നിൽക്കുന്നു, അവര് തോക്കും. UDF ജയിക്കും എന്നാണ് പറഞ്ഞത്. മറുപടി പറയണം. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ ജിമ്മി. അല്ല ജിമ്മി, ഒരു നിമിഷം ജിമ്മി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ജിമ്മി പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വർഗീയതയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയ ലാഭമാണോ കാണേണ്ടത്? വർഗീയത പറയുന്ന ഞാൻ പറയുന്ന സമയം You will be exposed. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പ്രിയപ്പെട്ട ജിമ്മി, അല്ലെന്ന് പറഞ്ഞു 30 സെക്കൻഡ് സമയം ഞാൻ അനുവദിച്ചു. 30 സെക്കൻഡ് സമയം ഞാൻ അനുവദിച്ചു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞോട്ടെ. എന്തൊരു ദുര്യോഗമാണ്. പ്രിയപ്പെട്ട ജിമ്മി, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്നാണ് എന്റെ അഭിപ്രായം. CPM സംസ്ഥാന സെക്രട്ടറി ഒരു വശത്ത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? മറുവശത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, കാര്യം മനസ്സിലാവും. വെള്ളാപ്പള്ളി ആരുടെ കൂടെയാണോ അയാൾ തെരഞ്ഞെടുപ്പിൽ തോക്കും. അപ്പൊ പറയാണ് 10 വോട്ടിന് വേണ്ടി. ജിമ്മി കേൾക്കുന്നവർക്ക് വളരെ കൃത്യമാണ്. നിങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാത്തിനും ഉത്തരവാദിത്വം CPMനില്ല. വെള്ളാപ്പള്ളി പറയുന്ന വിദ്വേഷം ജനിപ്പിക്കുന്ന വാദങ്ങൾ CPM എതിർക്കുന്നു എന്ന കാര്യം റിപ്പോർട്ട് സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ എന്നെ പറയുന്നു. മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം കേൾക്കാൻ ബുദ്ധിമുട്ട്. എന്റെ ചോദ്യം ഉത്തരം പറഞ്ഞില്ല. എന്റെ ചോദ്യം എന്താ? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്ന് പറഞ്ഞുള്ള നിലപാടെന്താ? കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവട്ടെ. നിലപാടെന്താ? വെള്ളാപ്പള്ളി നടേശൻ എന്റെ ചോദ്യം, ഒറ്റ ചോദ്യം. എന്റെ ചർച്ചയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തെയാണ് ജിമ്മി. ഞാൻ ഉത്തരം പറഞ്ഞു. തിരിച്ചൊരു ചോദ്യം ആണല്ലോ. ജിമ്മി പറഞ്ഞതിന് മറുപടി പറയട്ടെ. MV ഗോവിന്ദന്റെ മറുപടിയാണല്ലോ. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് വേണം. അല്ലല്ല, പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കോട്ട് ചെയ്യുന്നു. Two things. I quoted CPM സംസ്ഥാന സെക്രട്ടറി. Then രണ്ടും പറഞ്ഞാൽ പോരെ? ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെ വർഗീയവാദം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് ജിമ്മി പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ട് പറയുന്നത് അതെന്തുകൊണ്ട് അത് അധികാരം പിടിക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് പട്ടിയാക്കുന്നത്? ഒറ്റ ചോദ്യം. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഞാൻ പറഞ്ഞോട്ടെ, 2 സെക്കൻഡ് കൊടുക്ക്.
മുഴുവൻ കൊടുത്തു. ഇനി ഇടപെടാതിരിക്കുമല്ലോ. എനിക്കത് ഇടപെടാൻ പറ്റാത്തതോ ശബ്ദം കുറവായതുകൊണ്ടോ അല്ല. വെള്ളാപ്പള്ളി കാണി ശബ്ദം. ഓക്കെ, കണ്ടിന്യൂ. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിദ്വേഷങ്ങൾ ഇവിടെ തുടരണമോ തുടരണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. വർഗീയ വിദ്വേഷങ്ങൾ ഇനി വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയരുത്, ഇത് ഈ സമൂഹത്തെ ദുഷിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വമുള്ളത് രാഷ്ട്രീയ നേതാക്കൾക്കാണോ? അത് പറഞ്ഞോ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ്? അത് പറഞ്ഞോ ഏതെങ്കിലും ഒരു കോൺഗ്രസിലെ നേതാവ്? ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വർഗീയത പുലമ്പരുത്, ഇയാൾ വർഗീയവാദിയാണ് എന്നൊരു നിലപാട് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് എടുത്തോ? ഒരു മിനിറ്റ്. ഇനി രണ്ടാമത്തെ എന്റെ ഉത്തരം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് എന്റെ ഉത്തരം ഉണ്ടായിരുന്നു. ഉത്തരം ഉണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞത്. ഏത് കോൺഗ്രസ് നേതാവ്? വി ഡി സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ കളിയാക്കിയിട്ടും പുച്ഛിച്ചിട്ടുമാണ്. അതാണോ എന്റെ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ കൈവച്ച് അനുഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതാണ് ഇതിനകത്ത് CPM-നെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗം. അതെന്തുകൊണ്ടാ? തെരഞ്ഞെടുപ്പിന് വേണ്ടി രാഷ്ട്രീയ ലാഭം. എന്താ കാര്യം? രാഷ്ട്രീയ ലാഭം. നിങ്ങൾ പറഞ്ഞതുപോലെ അരുണിന്റെ അതേ ചോദ്യം LDF കൂടെ മത്സരിക്കുന്നില്ല. പിന്നെന്താ കാര്യം? പിന്നെ എന്തിനാ രണ്ടാമത്തെ കാര്യം ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകർക്ക് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഈ എന്തുകൊണ്ട് കടക്കണം പുറത്ത്, ഞാൻ ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് കടക്കണം പുറത്ത്? എന്താണ് ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രചരണ വിഷയം? ഞാൻ ആവർത്തിച്ചു സെക്രട്ടറിയുടെ കാര്യം അല്ലല്ല അത് പറഞ്ഞില്ല. നോക്കൂ, ഞാനിപ്പോ പറയാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ സംസ്ഥാന സെക്രട്ടറി മലപ്പുറത്തെ കുറിച്ചുള്ള വർഗീയ പരാമർശം നടത്തുന്നതിനോട് CPM-നോട് യോജിപ്പില്ല. അങ്ങനെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരൊറ്റ വാചകം കൊണ്ട് ഒരാളെ വർഗീയവാദിയാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ തിരുത്തും. അങ്ങനെയാണ് UDF വർഗീയവാദി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടോ? നിങ്ങൾ ഒരാൾ വർഗീയവാദി അല്ല എന്ന് നമ്മൾ നേരത്തെ വർഗീയവാദി അല്ല എന്ന് പറയാതിരിക്കുന്നത് അരുണേ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങൾ ഇതിന് ഉത്തരം പറയാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താണ് പറയുന്നു? വർഗീയവാദി അല്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു, സമ്മതിച്ചു. വർഗീയവാദിയാണ്. കേൾക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞു വർഗീയവാദിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഉശിര് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം. കോൺഗ്രസിന് കാണിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കണം. ഇനി സർക്കാർ അവിടെ നിർത്തട്ടെ. CPM-ന്റെ സെക്രട്ടറി അങ്ങനെ പറഞ്ഞു. ശരി, വർഗീയവാദിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി വർഗീയവാദിയാണെന്ന് പറഞ്ഞതോ? വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. അയാളെ വർഗീയത എന്നുള്ള പരാമർശം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ തന്റെ മൗത്ത് പീസായി ഉപയോഗിക്കുകയാണ്. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പറയട്ടെ റിപ്പോർട്ടറെ പേര് നോക്കി നമ്മുടെ റിപ്പോർട്ടറെ വർഗീയവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രവൃത്തി ശരിയല്ല. വെള്ളാപ്പള്ളി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ നോക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്ന ഓർമ്മ വേണം. ഇത്തരം വർഗീയ പരാമർശം നടത്തുന്നത് ഭൂഷണമാണോ? ഇത്രയും നല്ല ബന്ധമുണ്ടായിട്ടും അത് തിരുത്തിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. CPM-നെ എപ്പോഴാ പറഞ്ഞത്? നമ്മളതിന് ശേഷം അതിനകത്ത് വർഗീയവാദിയല്ലെന്ന് പറഞ്ഞു. ഒരു വർഗീയവാദിയാണെന്ന് അഭിപ്രായമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ചർച്ചയാണ്. ഒറ്റ ചോദ്യം, ഒറ്റ ചോദ്യത്തിൽ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കേരളത്തിൽ വർഗീയവാദത്തെ ചെറുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു ചർച്ച കൂടിയാണിത്. ഉച്ചകാലം പറഞ്ഞ് അവസാനിപ്പിക്കാം. കടക്കുപുറത്ത് എന്നുള്ളതുമായിട്ട് വരുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും. 5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. 4,45 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് വെച്ചു കൊടുത്തതിനാണോ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനെ പുറത്താക്കേണ്ടത്? 1190 പദ്ധതികൾ, 90,000 കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതികൾ ഓരോ നിയോജക മണ്ഡലത്തിലും അടക്കം നടപ്പിലാക്കിയതിനാണോ ഈ സർക്കാരിനെ
പുറത്താക്കേണ്ടത്? 87 പേർക്ക് ഒരു ദിവസം എന്ന തോതിൽ ഈ പട്ടയം കൊടുത്തതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 119 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ ഇവിടെ PSC നിയമനങ്ങളടക്കം കൊടുത്തതിന് പേരിലാണോ ഇവിടെ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 0.55% അതിദരിദ്രരെ പോലും കണ്ടെത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയതിനാണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ധനവിഹിതം കുറയുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷത്തെയാണോ അധികാരത്തിലേറ്റേണ്ടത്? നമ്മളുടെ കടബാധ്യതയിൽ ഇപ്പോൾ 10ാം സ്ഥാനത്ത് മാത്രമാണ്. അതായത് നമ്മുടെ മുന്നിൽ 9 സംസ്ഥാനങ്ങളുണ്ട്. നികുതി വരുമാനത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 10% സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരും. ഇനി അതല്ല, വർഗീയ പ്രചരണവും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള കുപ്രചരണങ്ങളുമാണ് തുടരുന്നതെങ്കിൽ മറിച്ചൊരു വിധി. പക്ഷേ അപ്പോഴും ഒരു തരംഗമുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതാണ് കണക്കിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. ചർച്ച അവസാനിക്കുന്നു. പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 4 പേർ യെസ്. Meet the editors.